ഇനി ഈ ഒരു ആയത്തിൽ സൂറത്തുൽ ബഖറയിലെ ഈ ഒരു ഖിസ്വാസിന്റെ ആയത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് കൊന്നവനാണെങ്കിലും കൊല്ലപ്പെട്ടവനാണെങ്കിലും ഒക്കെ മുസ്ലിമാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, മറ്റാരും അവിടെ ഉദ്ദേശമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു മുഫസ്സിറുകൾ അങ്ങനെ മനസ്സിലാക്കി, പ്രസിദ്ധരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളത്. ഇപ്പോ ഇമാം ജലാലുദ്ദീൻ മഹല്ലിയാണോ ജലാലുദ്ദീൻ സുയൂത്തിയാണോ എന്ന് അറിയില്ല, അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതിയതാണ് തഫ്സീർ ജലാലൈൻ. ആ ജലാലൈനിൽ ഈ പറയുന്ന ആയത്തിൽ ഈ ഖിസ്വാസിനെ കുറിച്ച് പറയുന്ന ബഖറയിലെ ആയത്തിനെ കുറിച്ച് 178ാമത്തെ ആയത്തിനെ കുറിച്ചുള്ള ചർച്ചയിൽ പറയുന്നത് ബി അന്നൽ ഖത്ലു, തീർച്ചയായിട്ടും കൊലപാതകം, ലാ യഖ്തഉ ഉഖുവത്തുൽ ഈമാൻ, ഈമാനിനാനുള്ള സാഹോദര്യ ബന്ധത്തെ, വിശ്വാസം കാരണമായിട്ടുണ്ടാകുന്ന സാഹോദര്യ ബന്ധത്തിൽ ഒരിക്കലും കൊലപാതകം മുറിച്ചു കളയില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ച അവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിച്ച് മനസ്സിലാവില്ലേ? ഇനി അത് തന്നെയാണോ അവിടെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ഹാഷിദ് സ്വാവിയിൽ നോക്കിയാലും, ഹാഷിദ് സ്വാവി എന്ന് പറഞ്ഞാൽ ജലാലൈനിയുടെ വിശദീകരണമാണ്, ആ തഫ്സീർ ജലാലൈനിയുടെ വിശദീകരണം. ആ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ലാ യഖ്തഉ ഉഖുവത്തുൽ ഈമാൻ, ഈമാനിന്റെ ആ ഒരു ഈമാനാലുള്ള മതവിശ്വാസത്താലുള്ള ആ ഒരു സാഹോദര്യം, മുസ്ലിം എന്ന ആ ഒരു വിശ്വാസത്താലുള്ള, ആ ഒരു ഇസ്ലാമുള്ള വിശ്വാസത്താലുള്ള സാഹോദര്യ ബന്ധം ഒരിക്കലും മുറിക്കപ്പെടില്ല, അല്ലെങ്കിൽ മുറിക്കൂല. എന്ത് കൊലപാതകം എന്നുള്ളത് മുറിക്കൂല എന്ന് ജലാലൈനിൽ പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ വിശദീകരണമായിട്ട് പറയുന്നു ഈ ഖിലാഫുൽ ഖവാരിജി, അത് ഇത് ഖവാരികൾക്കെതിരായിട്ട് പറഞ്ഞതാണ്. ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് കാരണമായിട്ട്, ഒരു പാപം കാരണമായിട്ട് അയാളുടെ ഈമാൻ ഇല്ലാതെയാകും, അയാളുടെ വിശ്വാസം ഇല്ലാതെയാകും, അവിശ്വാസം ഇല്ലാതെ അയാൾ കാഫറായി പോകുമെന്ന് പറഞ്ഞ ഖവാരിജുകൾക്കെതിരായിട്ടാണ് ഈ ജലാലൈനിൽ ഈ പറഞ്ഞ ഭാഗം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സാഹോദര്യ ബന്ധം ഒരിക്കലും ഒരു കൊലപാതകം ചെയ്തെന്നുകൊണ്ട് മുറിഞ്ഞു പോകില്ല. ഏത് സാഹോദര്യ ബന്ധം? മതവിശ്വാസിയാണ്, മുസ്ലിമാണ് എന്ന കാരണത്താൽ വന്നു ചേർന്ന ആ ഒരു സാഹോദര്യ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകില്ല കൊലപാതകം ചെയ്തു എന്നതുകൊണ്ട്. അപ്പോൾ കൊന്നവനും കൊല്ലപ്പെട്ടവനും അപ്പോഴും മുസ്ലിം എന്ന നിലക്ക് സഹോദരങ്ങൾ തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന് ജലാലൈനി ആണെങ്കിലും ജലാലൈനിയുടെ വിശദീകരമായിട്ടുള്ള സ്വാവി നോക്കിയാലും ഒക്കെ നമുക്കിത് വ്യക്തമാണ്. അവരുടെ ചർച്ച അതാണ് എന്നുള്ളത്.